ചെയ്യുന്ന ഒരു ദൈവം. ഈ ആരാധന മധ്യേ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം നമ്മുടെ വിഷയങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ പാദവിടെ ഇന്ന് പകലായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നിമിഷങ്ങള്. ഹല്ലേലൂയ. ഈ 2024 നവംബർ മാസം ദൈവാത്മാവ് സഭയോട് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം വെളിപ്പെടും. നീ പ്രാർത്ഥിച്ചിരിക്കത്തില്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ അലട്ടുന്ന ബലഹീനതയോർത്ത് പറ, ദൈവത്തിന്റെ സമയം വെളിപ്പെടും. എന്നും ഞാൻ ബലഹീനയായിരിക്കത്തില്ല. കഴിഞ്ഞ നാൾ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടം വന്നെങ്കിൽ, കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിൽ, അവയെ തീച്ചൂടകളെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ സമയവും ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കൂ. എന്നും നീ തീച്ചൂടയിലൂടെ പോകത്തില്ല, എന്നും നീ പരാജയത്തിലൂടെ പോകത്തില്ല. ഹല്ലേലൂയ. എന്നും നിന്റെ നിരാശയുടെ സമയമല്ല നിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. വചനം പറയുന്നത് നിന്റെ സമയത്തെല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നതിനെല്ലാത്തിനും അതിന്റെ ഭംഗി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ നോക്കി ഇന്ന് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഭംഗി വെളിപ്പെടും. ഓരോരുത്തരെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സമയം വെളിപ്പെടാൻ പോകുക. നിന്റെ സമയം ഇല്ല, നിന്റെ വഴികളല്ല, നിന്റെ വിചാരങ്ങളല്ല, ദൈവത്തിന്റെ വഴിയത്രേ നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ പോകുന്നു. ദുഃഖിച്ച നിമിഷങ്ങൾ ഒത്തിരി ഉണ്ടാകാം, എന്നാൽ സ്വർഗം പറയുന്നു സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ദൈവം തരും. നാം ഇങ്ങനെയാ വായിച്ചത്, ദൈവമില്ല എന്ന് മൂടൻ പറയുമ്പോ ദൈവത്തെ അന്വേഷിച്ചു വന്ന ദൈവസഭയെ നിന്നെ നോക്കി എന്നോ പറയുന്നു, ദൈവമുള്ളവരെ ദൈവം എങ്ങനെ നടത്തുന്നു എന്ന് അതിന്റെ 17-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രയോ അത്ഭുതകരമായ ദൈവത്തിന്റെ കരമാണ്. 7-ാം വാക്യം, സ്തോത്രം. ഹല്ലേലൂയ. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ഹല്ലേലൂയ ബൈബിൾ പറയുന്നു, യാക്കോബ് സന്തോഷിക്കൂ, ഇസ്രായേൽ ആനന്ദിക്കൂ, നീ സന്തോഷിക്കൂ, നിന്റെ കുടുംബം ആനന്ദിക്കൂ, നിന്റെ സഭ സന്തോഷിക്കൂ. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്നവർ ദൈവമില്ലാതിരിക്കുമ്പോ ഒരു ദിവസം ബുദ്ധി പ്രത്യക്ഷമാകും. കൊട്ടിയമായ ശോധനകളിൽ അകപ്പെട്ട് അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ആളുകൾ കടന്നു വരുമെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ദൈവവൈദ്യരെ ഇന്ന് ദുഃഖത്തോടെ, വേദനയോടെ, നിരാശയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ നിന്റെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറും. എന്തുകൊണ്ട് എന്നോർത്ത് പാരപ്പെടേണ്ട വേണ്ടത്, ദൈവത്തിന്റെ സമയം എനിക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായി. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ചില ശോധനകളിലൂടെ ദൈവസഭയെ കടത്തിവിടും, വ്യക്തികളെ കടത്തിവിടും. എന്തിനു വേണ്ടിയാ? ദൈവമാക്കിയെടുത്ത് നിന്നെ ഇരുത്തുവാൻ വേണ്ടി, ദൈവമാക്കിയ വഴികളിലൂടെ നിന്നെ നടത്തുവാൻ വേണ്ടി. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന വെല്ലുവിളികൾ നാളെ ദൈവം ഒരിക്കൽ പദ്ധതിയിലേക്ക് നയിക്കാനാവില്ലേ? ഇന്ന് പകൽക്കാലം ദൈവസഭയോട് സംസാരിക്കുന്ന ദൈവശബ്ദം, ദൈവമക്കൾ ഉറച്ചു നിൽക്കേണ്ടത് എവിടെയാ? ഹല്ലേലൂയ. ഇന്ന് പലരും പലയിടങ്ങളിൽ ഉറയ്ക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവമേ നീ എവിടെയാ ഉറയ്ക്കേണ്ടത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ പുറകെയാണോ? സമ്പത്തിന്റെ പുറകെയാണോ? ജോലിയുടെ പുറകെ എല്ലാം വേണം, അത് 2ാം സ്ഥാനം ഇരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗം പറയുന്നു, നീ ക്രിസ്തുവിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഉള്ളിനകത്തുണ്ടോ? ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ നിർമൂലമാക്കുവാൻ ഒരു ശക്തിയും സ്വർഗം അനുഭവിക്കത്തില്ല. കാരണം ക്രിസ്തു ഉള്ളത് കൊണ്ട് നാം ഉറപ്പുള്ളവരാണ്. ക്രിസ്തുവിൽ നിന്ന് പകൽക്കാലം ഉറക്കട്ടെ. പാരപ്പെടുന്ന വിഷയങ്ങൾ, വാക്തത്വങ്ങൾ പലത് കേട്ടില്ലേ? എന്തുകൊണ്ട് എന്റെ വിഷയത്തിനകത്ത് ഇത്ര ഡിലേ വരുന്നു?
പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോ അതിന്റെ പോൻ വഴി അഥവാ അവസാനവും കണ്ടിട്ട് നിന്നെ ആ വിഷയത്തിലൂടെ കടത്തിവിടുന്നത്. നാം ക്രിസ്തുവിൽ ഉറയ്ക്കുക, ക്രിസ്തുവിൽ നിലനിൽക്കുക. നിശ്ചയമായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. 1 Corinthians 16:13 പറയുന്നു, ഉണർന്നിരിപ്പി. നമുക്ക് ക്രിസ്തുവിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു വിഷയമാണ് ഉണർവ്. ഞായറാഴ്ച രാവിലെയല്ല ഉണരേണ്ടത്. അടുത്ത ഞായറാഴ്ചത്തേക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ആരാധിച്ച് വ്യക്തിപരമായ ജീവിതം ഒരുക്കത്തോടെ ആയിരിക്കട്ടെ. കുടുംബം അങ്ങനെ ആയിരിക്കട്ടെ. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കണ്ടുമുട്ടുന്ന ജീവിതങ്ങളുമായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ. ജീവിതത്തിൽ ഉണർവുള്ളവരായിരിക്കണം. മരിച്ചതുപോലെ എന്തിനേതിനെ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതമല്ല വേണ്ടത്. ഉണർവുള്ളവരായിരിക്കണം. ഒരു ശക്ത വ്യക്തിയെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല. അത് വേസ്റ്റായി പുറത്തു പോവുകയാണ്, മണ്ണിനടിയിലോട്ട് പോവുകയാണ്. നമ്മളെ ചത്തവരുടെ കൂട്ടത്തിലല്ല, ജീവിച്ചെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ മക്കളാ. പാപത്തിലെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ നിത്യതയ്ക്ക് വേണ്ടി ജീവിച്ച് ക്രിസ്ത്യ ജീവിതം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അനുഭവങ്ങളിലൂടെ വെളിപ്പെട്ട് സമൂഹത്തെ സ്വർഗം കാണിക്കുവാനിടയായി തീരും. അടുത്ത് പറയുന്നു, വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. ദൈവമക്കൾ പലപ്പോഴും യേശുവിനെ എറിഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ വിശ്വാസം ഉണ്ടായിരിക്കാം. ചില നാളുകൾ കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ വാദവിടെ വരുമ്പോ ഏത് വ്യക്തി ഏത് വിഷയമായിട്ട് വന്നാലും അതിനോട്ടം മറുപടി കൊടുത്തിരിക്കും. അത് ദൈവത്തിന്റെ പ്രത്യേക സ്നേഹമാണ്. അത് കഴിയുമ്പോ നിന്നെ ക്രിസ്തുവിന്റെ തലയോടെ വളർത്താൻ ആവശ്യമാകിയാൽ ചില ശോധനകളിലൂടെ കടന്നു പോകും. അപ്പൊ അച്ഛനും പറയുന്നു, അവിടെ നീ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒറ്റയ്ക്ക് കൊണ്ട് നിന്നെ ഒത്തിരി സുഹൃത്തുക്കളുടെ ഇടയിൽ ഇട്ടെന്ന് വരാം. അവർക്കുള്ള പാപത്തിന്റെ ശക്തികളൊന്നും നിന്നിലോട്ട് അടുക്കരുത്. എവിടെ പോയാലും ഞാനൊരു ദൈവ പൈതലാണ്, ക്രിസ്തു എന്റെ ഉള്ളിലിരിപ്പുണ്ട്, ഒരിക്കലും എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. സാങ്കേതികം അനുസരിച്ചാണ് പിശാച് പ്രവർത്തിക്കുന്നത്. യൗവനക്കാരായി നിങ്ങളെ ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ വരുന്നത് അതോടെ ബന്ധത്തിൽ ചേർന്ന അനുഭവങ്ങൾപ്പെട്ട വ്യക്തികളെ ആയിരിക്കാം വരുന്നത്. ആ സമയത്ത് ഒരു പ്രായമുള്ള വ്യക്തിയെ നിന്റെ അടുക്കൽ കൊടുത്തുവിട്ടിട്ട് പാപം ചെയ്യാൻ നിന്നെ തെറ്റിപ്പിക്കാൻ വരത്തില്ല. സമപ്രായക്കാരെ പിശാച് എഴുന്നേൽപ്പിക്കും. അവിടെയും വ്യത്യസ്തതയോടെ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയോടെ നീ ജീവിച്ചാൽ യേശു നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഉറപ്പ് എപ്പോഴും നഷ്ടപ്പെടാതെ സഭ കാക്കട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വിഷയങ്ങളെ നോക്കി ഉദാഹരണത്തിന് ഒരു വിഷയം പറയാം. ഒരു എക്സാം എഴുതാൻ പോകുക. ഒത്തിരി പാടാണ്, അതെനിക്ക് കിട്ടത്തില്ല എന്ന് നിന്റെ ഉള്ളിനകത്ത് പറഞ്ഞുകൊണ്ട് നീ പോയാ കിട്ടത്തില്ല തന്നെ. ഞാൻ പഠിച്ചു, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ലപ്പ. യേശു ഉള്ളതുകൊണ്ട് എനിക്കത് കിട്ടും. വിശ്വാസത്തോടെ പറഞ്ഞതിന്റെ വിശ്വാസത്തിൽ കിട്ടും. നീ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്റെ കുഞ്ഞിനെ അയച്ച് സമ്പത്ത് കാണത്തില്ല, ഒരുപക്ഷെ കുഞ്ഞിന് ബുദ്ധിയില്ല. അതിനോട് നീ പറയണം, ഇതിന്റെ സമ്പത്തെല്ലാം ഉള്ളവനാണ് മക്കളെ ഞാൻ നിന്നേക്ക് തന്നിരിക്കുന്നത്. ആ വ്യക്തിയുമായിട്ടാണ് പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ പോയി കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് കടത്തി വിട്ടിട്ട് ഇങ്ങനെ പറയും, മക്കളെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, കൂടെ എപ്പോഴും ഉണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവം നടത്തി തരും. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എന്റെ കാലുകൾ ഒരു പരിമിതി വരെ. പക്ഷെ ദൈവം ഉണ്ടെന്ന ശബ്ദം കൊടുത്ത് നീ മാതാവായിരിക്കണം. നിന്റെ കുഞ്ഞിന്റെ ഏത് വിഷയമാകട്ടെ, തിരുതകരണം പറയാനുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. നിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എത്ര തന്നെ നാളുകൾ മുമ്പോട്ട് പോയാലും അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന മറുപടികളെല്ലാം ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു വിഷയം, നമ്മുടെ അനായമോൾ 10 വർഷം വരെ പ്രാർത്ഥിച്ചാണ് ലഭിച്ചത്. പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും 1 വയസ്സാകാതെ അന്ന് ദിവസം ഇങ്ങനെ നടക്കും. പക്ഷെ അവൾ
ഹല്ലേലൂയ 11-12 മാസമെങ്കിലും ആവും. ഈ കുഞ്ഞ് 10 മാസമൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ 11 അവളെ വയ്ക്കും മുമ്പേ അവൾ നടക്കാൻ തുടങ്ങി. അപ്പം കർത്താവിനോട് പറഞ്ഞു, എല്ലാത്തിനും വ്യത്യാസം കാണുന്ന പ്രസംഗിച്ചിട്ടില്ലേ? ഹല്ലേലൂയ 10 വർഷം നീ കരഞ്ഞു കിട്ടിയെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളിലും വെച്ച് ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് അവൾ നടന്നു. വ്യത്യസ്തത ജീവിതത്തിന്റെ അനുഭവമായി മാറും. വിശ്വസിക്കാമോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു വ്യത്യസ്തതയുള്ള വ്യക്തിയായി ഞാൻ മാറും. വിശ്വാസത്തെ നിലനിൽക്കട്ടെ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വാസം വെളിപ്പെട്ടി വരികയാണ്. അബ്രഹാം കാണുന്നതിനെ നോക്കിയല്ല വിശ്വസിച്ചത്, കാണാത്തതിന് മൺപൊടിയിൽ നിന്നും എനിക്ക് തലമുറ തരാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ നിന്റെ മാതാവിനോ പിതാവിനോ സമ്പത്തില്ലായിരിക്കാം. ഹല്ലേലൂയ ഈ സമ്പത്തിന്റെ ഉടയവന് നിങ്ങളുടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവർ പൂർത്തീകരിക്കാൻ കഴിയും. ഹല്ലേലൂയ വഴിയിൽ തടയും, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പിശാച് പറയും. നീ തിരിയരുത്. ലക്ഷ്യം തെറ്റാതെ പൊയ്ക്കൊണ്ടിരുന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് അടുത്ത തലത്തിലോട്ട് പരിശുദ്ധാത്മാവ് കുഞ്ഞിനെ നിന്നെ നയിച്ചിരിക്കും. ലക്ഷ്യം തെറ്റരുത്. വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകണം. പുരുഷത്വം കാണിക്കണം. എവിടെയാണ് പുരുഷത്വം കാണിക്കേണ്ടത്? നാം ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായ ഉറപ്പോടെ ഏത് ശോധനയിലും നീ തളർന്നു പോകാം. സ്വർഗം അനുവദിക്കത്തില്ല. തന്റെ ഇടത്തോടെ യേശുവിന് വേണ്ടി നിൽക്കൂ. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് നമ്മെ കാണുന്നവർ കാണാൻ പോകുക. വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ പുരുഷത്വം കാണിക്കുവാൻ ദൈവമക്കൾ മറന്നു പോകരുത്. ഓരോന്ന് വിശദീകരിക്കണമെങ്കിൽ സമയം പോരാ. ഹല്ലേലൂയ ബൈബിൾ പറയുന്നു, നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. ഹല്ലേലൂയ ഒത്തിരി ചിന്തകൾ ആ വാക്യത്തിനകത്തുണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ സ്നേഹമില്ലാത്തൊരു വിശ്വാസിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തുള്ള എല്ലാ ദൈവമക്കളും പരസ്പരം സ്നേഹമുള്ളവരാണ്. ദൈവമേറെ സ്നേഹിക്കുന്നവരാണ്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാർഗമാണ്. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞു, എന്റെ ജീവിതം എന്റെ ലോകം ഐഹികമല്ല, സ്നേഹത്തിന്റെ മാർഗമാണ്, സുവിശേഷത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. ഇന്ന് കാണപ്പെടുന്ന മാതാവിനെയോ പിതാവിനെയോ ബന്ധങ്ങളെയോ നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ കുഞ്ഞ് നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. സകല സമ്പൂർണതയും തികഞ്ഞു വരുന്നത് ദൈവ സ്നേഹത്തിലാണ്. സ്നേഹം കവിഞ്ഞു വരട്ടെ. ഓരോ ദിവസവും സ്നേഹം വർദ്ധിച്ചുകൊണ്ട് വരട്ടെ. കുറ്റം നോക്കിയാൽ 1000 കുറ്റം ഒരു വ്യക്തിയിൽ കണ്ടുപിടിക്കാൻ കാണും. അവർ ചെയ്ത നല്ലതിനെ നാം നോക്കാൻ തയ്യാറായാൽ എന്തെങ്കിലും വിഷമം വന്നാലും അത് ഭയ പറഞ്ഞിട്ട് വീണ്ടും സ്നേഹിക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം സകല ബുദ്ധിയായി ഒന്നല്ല എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സകല ബുദ്ധിയും കഴിയുന്ന ഒരു ദൈവ സ്നേഹത്തിന്റെ ഉത്തരവിയാണ് ഇന്ന് പകലതിനകത്തായിരിക്കുന്ന ഓരോ ദൈവമക്കള്. ആ സ്നേഹത്തിൽ നിന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ദൈവമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാൻ പിശാച് വരും. അതാ പറയുന്നത് ഗലാത്യർ 5:1, അടിമനുഖത്തിൽ നീ കുടുങ്ങിപ്പോകരുത്. നിന്റെ വീട്ടിനകത്ത് നീയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും പിശാച് കൊണ്ടുവരുന്ന തന്ത്രത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇത് പിശാചിന്റേതാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഞാൻ കുറഞ്ഞ ദിവസത്തിന് മുമ്പൊക്കെ എന്തെങ്കിലും വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തെറ്റുകൊണ്ട് എനിക്കത് അത് തെറ്റാണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല, അതിന് പ്രതികരിക്കാൻ വേണ്ടിയൊക്കെ മനസ്സ് പറയും. വീട്ടിലാണെങ്കിൽ അതിനെ കുറിച്ച് വീട്ടിൽ സമയം കിട്ടുമെങ്കിൽ സംസാരിക്കുകയും ചെയ്യും. വേറെ മറ്റൊരാളുടെ കാര്യമല്ല, നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് ഇടയായിട്ട് പരിശുദ്ധാത്മാവ് അതിനുപോലും എനിക്ക് ഭാരം തോന്നി. ആരോടൊന്നും പറയണ്ട, ഒരു കോപം വരുന്ന അനുഭവം എനിക്ക് വേണ്ട. താഴ്മയോടെ ദൈവകൃപയോടെ ജീവിക്കണം. കർത്താവേ വേണ്ടാത്തതിനെ പ്രതികരിക്കുന്ന ഒരു ശബ്ദം എന്റെ നാവിൽ വരല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അടിമുഖത്തിൽ നീ കുടുങ്ങരുത്.
ഹല്ലേലൂയ. ശബ്ദത്തിൽ പോലും പാപം ചെയ്യരുത്. നിന്റെ വിരലുകൾ കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നീ തുടരുത്. ഹല്ലേലൂയ. സഭയുടെ കാര്യങ്ങളാകട്ടെ, സഭയെ നടത്തുവാൻ പുരോഹിതന്മാരെ, കുടുംബങ്ങളെ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ലീഡേഴ്സുമാർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിന് ആവശ്യമില്ലെങ്കിൽ എന്തോ കർത്താവ് പറയുന്നു, നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ താമേ ഏൽപ്പിച്ചതിൽ വിശ്വസ്തത കാണിച്ച അമ്മയെ അല്പത്തിലല്ല അധികത്തിൽ വിചാരകനാക്കി മാറ്റും. അമ്മേ ഹല്ലേലൂയ. ഫോണിലാകട്ടെ അമ്മയെ കാണാൻ പറ്റാത്ത പലതും വരും. അതിനകത്ത് കണ്ടു നിരസിച്ച് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. കാണുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ വിട്ട് അകന്നു പോകും. ആ സാന്നിധ്യം നിന്നെ വിട്ടു പോകും. പ്രത്യേകിച്ച് ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന ദൈവ മക്കളെ, ദൈവം നിങ്ങളിൽ ഭയങ്കരമായ ഒരു ദൗത്യം തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പം കൊണ്ട് ആരംഭിക്കും. അത് അനേകായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് മുതലുകളായി സ്വർഗം നിങ്ങളെ തീർക്കുവാനിടയായി തീരും. ഓരോ ആത്മാവും നിങ്ങളുടെ കിരീടത്തിലെ മുത്തുകളായി യേശുവിനെ അറിഞ്ഞു വരുന്നവർ അതിന് മുഖാന്തരമായി മാറും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവങ്ങളുടെ ബന്ധത്തിലേക്ക് കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ മഞ്ഞിലും ആഗ്രഹമൊക്കെ ഓട്ടിച്ചും ബസ് കയറിയും പല ത്യാഗം സഹിച്ചവർ ഓടിയെത്തുന്നത് കണ്ട ഉത്സാഹം എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഇവർക്ക് ഈ ഉത്സാഹത്തിൽ തുടർന്ന് നാളെ എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ ദൈവത്തെ അറിഞ്ഞ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു മറ്റൊരു ചിന്തയിലോട്ട് പോകും. ഞാൻ 15 വയസ്സിൽ SSLC പഠിക്കുന്ന സമയമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി വന്ന ദൈവവിഷയത്തിന് കുടുംബവും അവർ താമസിക്കുന്ന വീട്ടിൽ അന്ന് ഭക്ഷണം വയ്ക്കുന്നത് വിറകാണ്. വിറക് വെച്ച് വയ്ക്കണം, തീ വെക്കാനില്ല. എന്റെ അമ്മയുടെ അമ്മ, ആ അമ്മച്ചി എന്ത് ചെയ്യും, രാവിലെ തലേ ദിവസമേ പുറമേന്ന് ഒരു 8 വിറകെല്ലാം കെട്ടിവെച്ച് ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ പോകുമ്പോ ബൈബിൾ അവർ മേടിച്ചിട്ട് തലയിൽ ചുമ്മി തന്ന് ഞങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ബസ് കയറണമെങ്കിൽ 2 ബസ് കയറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഷോർട്ട് കട്ട് വഴി ഹല്ലേലൂയ കൊച്ചു തോടുകളും ഇറങ്ങിയും കയറിയും ഹല്ലേലൂയ ഫാസ്റ്റേജിൽ കൊണ്ടുപോകും വയ്ക്കും. ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോ കർത്താവ് എനിക്ക് വേണ്ടി എത്രയോ അത്ഭുതങ്ങൾ ഇന്നെ ഇവിടെ നിർത്തിയത് ഞാൻ ഓർക്കാനിടയായി. ഈ പ്രിയപ്പെട്ടവരെ ഉത്സാഹം അവരെ ചിരിയും സന്തോഷമൊക്കെ കണ്ട് ഞാൻ യേശുവിന് നന്ദി പറഞ്ഞു. നാളെ ഇവർക്ക് വേണ്ടി വരുന്ന ദൈവീയ പദ്ധതിയിലേക്കാണ് സ്വർഗം തന്നെ നയിക്കുന്നത്. ഒരു സൺഡേ സ്കൂളിന് ഒരു സൺഡേ പോകുമ്പോഴും വെറുതെ പോകേണ്ട വരുത്തിയിട്ടില്ല. ഒന്നേ വരവ് ചുമത്തിക്കൊണ്ട് പോകും അമ്മച്ചി. അല്ലെങ്കിൽ തേങ്ങ വേവിച്ച് അതിനെ തൂക്കിക്കൊണ്ട് പോകാൻ തരും, അല്ലെങ്കിൽ പിടിയേരിയായിരിക്കും. എല്ലാ സൺഡേയും ഒരു ജോലി അമ്മച്ചി തന്നിരിക്കും. നിനക്ക് തരുന്നത് വ്യത്യസ്തമായ ജോലികളായിരിക്കാം. യേശുവിന് വേണ്ടിയാണോ? ഹല്ലേലൂയ. ഒരു ചെയർ വൃത്തിയാക്കുന്നതാണോ? ഹല്ലേലൂയ. ഒരു നേരം ഫുഡ് വെച്ച് കൊടുക്കുന്നതാണോ? ഹല്ലേലൂയ. മനോഹരമാക്കുന്നതിനാണോ? ഒരു ഫാക്ടറി കൊടുക്കുന്നതിനാണോ? മനോഹരമാക്കുന്നതിനാണോ? ഒരു വ്യക്തി തകർന്നിരിക്കുമ്പോ നീ പാപം ചെയ്തത് കൊണ്ടല്ല വന്നത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇതിന് പരിഹാരം ഉണ്ടാകാൻ യേശുവിന്റെ അടുക്കൽ വരാമോ എന്ന് പറയുവാൻ അവനാണോ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചു എന്ന് മനസ്സിലാക്കി ചലിക്കാൻ തുടങ്ങിയാൽ സ്വർഗം നമ്മെ മാനിച്ചിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് ദൈവത്തിന്റെ വാതിലൂടെ വരുമ്പോ ദൈവത്തിന്റെ സമയവും പദ്ധതിയും നിനക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് കേരളയിൽ വരുമെന്നും ഇവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കുമെന്നും ഹല്ലേലൂയ ഞാൻ യേശുവിന്റെ പാതയുടെ വരുമ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കിയോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ദർശനവും വിളിയും മനസ്സിലാക്കി ഉറപ്പോടുകൂടി നിങ്ങൾ നിൽക്കാൻ തയ്യാറായ വലുതും ഭയങ്കരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അവിശ്വാസമല്ല വേണ്ടത്, വിശ്വാസത്തിൽ നിലനിന്ന് സകല സമ്പൂർണ്ണതയുടെയും ഉറവിടമായ സ്നേഹത്തിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. മുഖത്തെ തകർക്കുന്ന അഭിഷേകം ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കട്ടെ. 2 പത്രോസ് 1:12 പറയുന്നു, നിങ്ങൾ അറിഞ്ഞ് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. നിങ്ങൾ അറിഞ്ഞു ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം. എല്ലാവർക്കും ഈ സത്യം ലഭിച്ചിട്ടില്ല. എല്ലാവരും ഈ സത്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. ദൈവമേ, നമുക്ക് ഈ ഭാഗ്യം ഒരുക്കിയത് എത്രയോ അത്ഭുതം. ഹല്ലേലൂയ. നാം അറിഞ്ഞ സത്യം
ആമേ യേശു എന്ന സത്യമാണ്. ഹല്ലേലൂയ. യേശുവാണ് സത്യവും ജീവനുമായ യേശു. ആമേ ഹല്ലേലൂയ. ആ സത്യത്തിന് വേണ്ടി മരണം വരെ യേശുവിന് വേണ്ടി നിൽക്കാൻ കൃപ തരണമേ. ആമേ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ കൃപ തരണമേ എന്നായിരിക്കണം ഒരു ദൈവപൈതന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ മടക്കുമ്പോ യേശു ചെയ്തതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുന്നതിനോടൊപ്പം യേശുവേ, ഈ അറിഞ്ഞ യേശുവിന്റെ സത്താന്റെ മാർഗത്തിന് വേണ്ടി എന്റെ ഹല്ലേലൂയ ആമേൻ നെഞ്ചും നെറ്റിയും കൊടുത്ത ദൈവത്തിന് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. അതായിരിക്കണം ദൈവപൈതലേ നിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ വിശ്വാസവും ആഗ്രഹവുമായിരിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അങ്ങനെ നെഞ്ചും നെറ്റിയും കൊടുത്ത് ധീരോടെന്ന ഒരു വ്യക്തിയെ ബൈബിളിൽ നോക്കി കാണാം. ഹല്ലേലൂയ. ഏലിയാവ് സാധാരണ ഒരു വ്യക്തിയെങ്കിലും ധീരതയോടെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ താൻ തയ്യാറായി. തന്റെ ജീവിതത്തിന്റെ മകരകളിലെല്ലാം ഭയങ്കരമായ മാറ്റങ്ങൾ ദൈവം അയക്കുവാനിടയായി. മരണത്തെ പോലും മാറ്റി. ഹല്ലേലൂയ. മനുഷ്യന്റെ സൃഷ്ടിയിൽ ഓർക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ ദൈവമഹത്വം തന്നിലൂടെ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, എഴുന്നേറ്റ് സഭ നിന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രതീക്ഷയോടെ സ്തോത്രത്തോടെ എഴുന്നേൽക്കാം. യേശുവേ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ, നിത്യത എത്തുന്നവരെ ഈ പോർക്കളത്തിൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നേറുവാൻ കരുത്ത് പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മെ സ്വർഗ്ഗം അയച്ചതിനായി നന്ദി. ഇവരുടെ ഓരോ വിഷയങ്ങളിലും മറുപടി വെളിപ്പെടട്ടെ. പിശാചിന്റെ പദ്ധതികളിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ. നിത്യതയുടെ മുതലുകളായി ശോഭിപ്പാനിടയാക്കും. അവരുടെ ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ സമയവും കരുതലും വെളിപ്പെട്ടു വരുന്നതിനായി നന്ദി. തുടർന്നുള്ള നിമിഷം ദൈവശബ്ദം കേൾപ്പിക്കും. തിരുനാമം മഹത്വപ്പെടുത്തും. തിരുകരം കൂടെ ഇരിക്കുന്നതിനായി നന്ദിയപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.